മഹാവിഷ്ണുവിന്റെ മോഹിനി അവതാര കാരണമായ മറ്റൊരു കഥയും പ്രചാരത്തിലുണ്ട്. അത് ധർമ്മശാസ്താവിന്റെ ജനനവുമായി ബന്ധപ്പെട്ടതാണ്. പണ്ട് വൃകൻ എന്നൊരു അസുരനുണ്ടായിരുന്നു. ഈ ലോകത്തെയാകെ നശിപ്പിക്കാനുള്ള ശക്തി നേടണമെന്ന് മോഹിച്ച വൃകൻ ദീർഘകാലം തപസ് ചെയ്തു. ശ്രീ പരമേശ്വരനെ പ്രസാദിപ്പിക്കാനായിരുന്നു തപസ്സിന്റെ ലക്ഷ്യം. ഒടുവിൽ അസുരന്റെ മുന്നിൽ ശ്രീ മഹാദേവൻ പ്രത്യക്ഷനായി. ഇഷ്ടമുള്ള വരം ആവശ്യപ്പെട്ടുകൊള്ളുവാൻ ഭഗവാൻ അസുരനോട് പറഞ്ഞു. തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് ആരുടെ തലയിൽ സ്പർശിക്കുന്നുവോ അയാൾ ഭസ്മമായി തീരണം എന്നാണ് വൃകൻ ആവശ്യപ്പെട്ടത്. ഭക്തന്റെ നേർക്ക് കനിവ് തോന്നിയ ഭഗവാൻ കൂടുതലൊന്നും ചിന്തിക്കാതെ വരം നൽകി. തനിക്ക് ലഭിച്ച വരം എത്രത്തോളം ഉപയോഗപ്പെടുമെന്ന് പരിശോധിച്ചറിയണമല്ലോ. ആരുടെ തലയിൽ തൊട്ട് പരീക്ഷിക്കണം? തൊട്ടു മുമ്പിൽ നിൽക്കുന്ന പരമശിവന്റെ ശിരസിൽ തന്നെ ആയാലെന്താ? നല്ല സൗകര്യം. വൃകൻ ഭഗവാന്റെ ശിരസിൽ തന്നെ ചൂണ്ടുവിരൽ അമർത്താൻ ഒരുങ്ങി. അപായം മനസ്സിലാക്കിയ ശ്രീ മഹാദേവൻ ഓട്ടം തുടങ്ങി. വൃകാസുരൻ പിന്നാലെ പാഞ്ഞു. മറ്റെങ്ങും രക്ഷ കിട്ടാതെ വന്നപ്പോൾ ശ്രീ പരമേശ്വരൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. മഹാവിഷ്ണു മോഹിനി വേഷം ധരിച്ച് അസുരന്റെ മുന്നിൽ ആവിർഭവിച്ചു. മോഹിനിയെ കണ്ടതോടെ വൃകാസുരൻ ശ്രീ പരമേശ്വരന്റെ കാര്യം മറന്നു. മോഹിനി അസുരന്റെ മുന്നിൽ നൃത്തം ചവിട്ടി. അസുരൻ മോഹിനിയോടൊപ്പം നൃത്തം ചെയ്തു. മോഹിനി നൃത്തമുദ്രയുടെ രൂപത്തിൽ തന്റെ ചൂണ്ടുവിരൽ സ്വന്തം ശിരസിൽ അമർത്തിയപ്പോൾ അസുരനും അതിനെ അനുകരിച്ചു. അങ്ങനെ വൃകാസുരൻ ഭസ്മമായി. മോഹിനി രൂപം കാണാനിടയായ ശ്രീ പരമേശ്വരൻ മോഹിനിയിൽ ആസക്തനായെന്നും ആ വിധത്തിൽ ഹരിഹരസുധൻ ആവിർഭവിച്ചു എന്നുമാണ് കഥ. വൃകാസുരനെ ഭസ്മാസുരൻ എന്നും മലയാളത്തിൽ ചുണ്ടാസുരൻ എന്നും പറയാറുണ്ട്. മോഹിനിയുടെ അവതാരത്തെ സംബന്ധിച്ച ഈ വിധം രണ്ടു കഥകൾ പ്രചാരത്തിലുണ്ട്. മോഹിനിയിൽ മോഹമുദിച്ച മഹേശ്വരന്റെ മകനായി ശാസ്താവിന്റെ അവതാരമുണ്ടായി എന്ന കഥയും ഏറെക്കുറെ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ആദ്യത്തെ ഐതിഹ്യത്തിൽ പറഞ്ഞ കഥ ഏറെക്കുറെ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു ഐതിഹ്യമാണ്. അതിനെ തുടർന്ന് ധർമ്മശാസ്താവിന്റെ ജീവിതക്രമത്തെക്കുറിച്ച് ഇപ്പറയുന്ന പ്രകാരമാണ് ഉണ്ടായിട്ടുള്ളത്. വിന്ധ്യാപർവ്വതത്തിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ബ്രഹ്മദേവനെ കഠിന തപസ്സിലൂടെ പ്രസാദിപ്പിച്ച മഹർഷി വളരെ ബുദ്ധിപൂർവമായ വരങ്ങളാണ് ആവശ്യപ്പെട്ടത്, നേടിയെടുത്തത്. ഭൂജാതർക്ക് ഒരിക്കലെങ്കിലും ഇവിടം വിട്ടു പോകേണ്ടി വരും. എങ്കിലും അമരത്വം എന്ന അപ്രാപ്യമായ ലക്ഷ്യം തന്നെയാണ് സൂത്രശാലിയായ മഹർഷി നേടിയെടുത്തത്. മഹാവിഷ്ണുവിനും ശിവനും പിറക്കുന്ന പുത്രനാൽ മാത്രമേ താൻ വധിക്കപ്പെടാവൂ എന്ന വരം നേടിയപ്പോൾ മഹാവിഷ്ണുവിനും പരമേശ്വരനും കൂടി ഒരു പുത്രൻ പിറക്കുക എന്നത് അസാധ്യമായ ഒരു കാര്യമായി തന്നെ മഹർഷി കരുതി. അതിനാൽ തന്നെ ഇനി ആർക്കും കൊല്ലാൻ കഴിയില്ല, തനിക്കിനി മരണമില്ല എന്നവൾ വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ അസംഭവ്യമായത് സംഭവിക്കുക തന്നെ ചെയ്തു. മഹാവിഷ്ണു വശ്യമനോഹരിയായ മോഹിനി രൂപം ധരിക്കുകയും ശിവന് മോഹിനിയിൽ ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു. ആ കുഞ്ഞിനെ പരമശിവനെ ഏൽപ്പിച്ചിട്ട് മഹാവിഷ്ണു മോഹിനി രൂപം വെടിഞ്ഞ് അന്തർധാനം ചെയ്തു. ഹരിഹരപുത്രനായ ധർമ്മശാസ്താവ് പിതാവായ ശിവനോടൊപ്പം കൈലാസത്തിലാണ് ബാല്യകാലം കഴിച്ചുകൂട്ടിയത്. സകല കലകളും ശിവപുത്രരായ മഹാഗണപതിയിൽ നിന്നും ശ്രീ മുരുകനിൽ നിന്നും ധർമ്മശാസ്താവ് അഭ്യസിക്കുകയും തുടർന്ന് പരമശിവൻ അതിനിപുണനായ ധർമ്മശാസ്താവിനോട് മഹിഷി നിഗ്രഹമാണ് അദ്ദേഹത്തിന്റെ അവതാര ഉദ്ദേശ്യമെന്ന് അറിയിക്കുകയും ചെയ്തു. അസംഭവ്യമായത് സംഭവിച്ചുവെന്നും തന്നെ നിഗ്രഹിക്കാൻ ഹരിഹരപുത്രൻ ജന്മമെടുത്തുവെന്നും മനസ്സിലാക്കിയ മഹിഷി കോപാന്ധയായി ദേവലോകം ആക്രമിച്ചു.
ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുൻപ് അങ്ങോട്ട് ആക്രമിക്കുക എന്ന തന്ത്രവും വരാനിരിക്കുന്നതിനോടുള്ള ഭയപ്പാടും ചേർന്നതായിരുന്നു ഈ നീക്കം. ഭയചകിതയായ ദേവന്മാർ കൈലാസത്തിലെത്തി ധർമ്മശാസ്താവിനെ അഭയം പ്രാപിച്ചു. അവതാരോദ്ദേശം നിറവേറ്റാൻ സമയം സമാഗതമായി എന്നറിഞ്ഞ ധർമ്മശാസ്താവ് മഹിഷിയോട് ഏറ്റുമുട്ടി. ശാസ്താവിനെ സഹായിക്കാൻ ശിവഭൂതങ്ങളും ഒപ്പം കൂടി. ബ്രഹ്മാവിൽ നിന്നും ലഭിച്ച വരമനുസരിച്ച് മഹിഷിയുടെ രോമകൂപങ്ങളിൽ നിന്നും അസംഖ്യം മഹിഷിമാർ ജന്മമെടുത്ത് അതിഘോരമായ യുദ്ധത്തിൽ പങ്കാളികളായി. ഇവരെയെല്ലാം ശിവഭൂതങ്ങൾ നേരിട്ടു. ഘോര യുദ്ധത്തിനൊടുവിൽ ധർമ്മശാസ്താവ് മഹിഷിയുടെ കൊമ്പിൽ പിടിച്ച് ചുഴറ്റി ഭൂമിയിലേക്കെറിഞ്ഞു. അഴുതാ നദി തീരത്ത് വന്നു വീണ മഹിഷിയുടെ ശരീരത്തിൽ കയറി നിന്ന് ധർമ്മശാസ്താവ് താടനം ആരംഭിച്ചു. ഘോരയുദ്ധം കാണാൻ പരമശിവൻ തന്റെ വാഹനമായ കാളപ്പുറത്ത് കയറി ഭൂമിയിലെത്തി. പരമശിവൻ കാളയെ കെട്ടിയിട്ട സ്ഥലം പിന്നീട് കാളകെട്ടി എന്ന് അറിയപ്പെട്ടു എന്നാണ് വിശ്വാസം. കേവലം ചെറുപ്രായക്കാരനായ ഒരു ബാലകനാണ് താൻ തോൽപ്പിക്കപ്പെടുന്നതെന്നു മനസ്സിലാക്കിയ മഹിഷി തന്റെ നിഗ്രഹത്തിനായി നിയോഗിക്കപ്പെട്ട ഹരിഹരസുതനാണ് തന്നെ വധിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞു. മരണാസന്നയായ മഹിഷി അവസാന ശ്വാസം നിലയ്ക്കുന്നതിന് മുൻപായി ഭഗവാനെ ഭജിക്കുകയും ആശ്രിത വത്സനായ ശാസ്താവ് അവളിൽ പ്രസാദിക്കുകയും ചെയ്തു. പ്രാണൻ വെടിയുന്ന നേരം മഹിഷി ശരീരത്തിൽ നിന്നും പാപവിമുക്തമായ ലീല പുറത്തു വരികയും തന്നെ സ്വീകരിക്കണമെന്ന് ശാസ്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. തനിക്കായി ശബരിമലയിൽ ഒരു ക്ഷേത്രമുണ്ടാകുമെന്നും അതിനടുത്തു തന്നെ അവൾക്ക് തന്നെ പ്രതിഷ്ഠ ലഭിക്കുമെന്നും ശാസ്താവ് ലീലയെ അനുഗ്രഹിച്ചു. അനന്തരം ശാസ്താവ് ഒരു നക്ഷത്രമായി അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചു. രാജശേഖരൻ എന്ന ഒരു മഹർഷി ധർമ്മശാസ്താവ് വിലയം പ്രാപിക്കുന്ന അവസരത്തിൽ ശാസ്താവിനോട് തന്റെ മകനായി പിറന്നു തന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുവെന്നും ഈ മഹർഷിയുടെ കലിയുഗ ജന്മമായ പന്തളൻ രാജാവായ രാജശേഖരന്റെ സമയത്താണ് ആഗ്രഹപൂർത്തി നിവർത്തിച്ചു കൊടുത്തതും എന്നുമാണ് ഐതിഹ്യം. രാജശേഖര രാജാവിന്റെ പുത്രനായി പന്തളത്ത് അവതരിച്ച അയ്യപ്പൻ ധർമ്മശാസ്താവിന്റെ പുനരവതാരമാണെന്നും മഹിഷി നിഗ്രഹം നിർവഹിച്ചത് അയ്യപ്പനാണെന്നും വിശ്വസിക്കുന്നവരാണ് ഏറെയും. ഈ വിശ്വാസത്തിന് കാലം ഒരു വിഘാതമായി നിൽക്കുന്നു. പാലാഴിമഥനവും ധർമ്മശാസ്താവിന്റെ ജനനവും കൃതയുഗത്തിന്റെ അവസാനമോ ത്രേതായുഗത്തിന്റെ ആരംഭത്തിലോ ആയിരിക്കുമെന്നാണ് പണ്ഡിതമതം. അയ്യപ്പന്റെ അവതാരം പന്തള രാജവംശത്തിലെ രാജശേഖര രാജാവിന്റെ കാലഘട്ടത്തിലാണെന്നാണ് വിശ്വാസം. ചരിത്ര രേഖകളനുസരിച്ച് പന്തള രാജവംശവും രാജശേഖര രാജാവുമെല്ലാം കൊല്ലവർഷാരംഭത്തിലാണ് ഉണ്ടായിരുന്നത്. ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് മുൻപ് ഭഗവാൻ കൃഷ്ണൻ തിരോധാനം ചെയ്തതോടെയാണ് കലിയുഗം ആരംഭിക്കുന്നത്. കലിയുഗത്തിൽ തന്നെ എത്രയോ ദേവവർഷങ്ങൾ പിന്നിട്ടപ്പോഴാണ് കൊല്ലവർഷാരംഭം. കാലത്തിന്റെ ഈ വലിയ വിടവിനെ കുറിച്ചറിയണമെങ്കിൽ ബ്രഹ്മപുരാണത്തിലും മറ്റുള്ള യുഗങ്ങളെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പുരാണങ്ങൾ അനുസരിച്ച് 4 യുഗങ്ങളുണ്ട്. കൃതയുഗം അഥവാ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിങ്ങനെ. കൃതയുഗം 4800 ദേവവർഷങ്ങളും ത്രേതായുഗം 3600 ദേവവർഷങ്ങളും ദ്വാപരയുഗം 2400 ദേവവർഷങ്ങളും കലിയുഗം 1200 ദേവവർഷങ്ങളുമാണ്. പുരാണ വ്യാഖ്യാതാക്കളുടെ പക്ഷം ഇത്തരത്തിലാണ്. ഒരു ദേവവർഷം എന്നാൽ 360 മനുഷ്യവർഷമാണ് എന്നറിയുക. ഇക്കണക്കനുസരിച്ച് ധർമ്മശാസ്താവിന്റെ ജനനവും മഹിഷീവധവും തമ്മിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ അന്തരം കാണിക്കുന്നു. മഹിഷി ഇക്കാലമത്രയും ഭൂമിയിൽ വിഹരിച്ചു എന്ന് കരുതാൻ സാധ്യമാണോ? മഹിഷിക്ക് ലഭിച്ച വരത്തിൽ തന്നെ നിഗ്രഹിക്കാൻ സാധിക്കുന്നവൻ ഹരിഹരപുത്രനായി പിറന്നാൽ മാത്രം പോരാ,
12 വർഷം മനുഷ്യദാസനായി ഭൂമിയിൽ ജീവിക്കുകയും വേണം എന്നൊരു നിബന്ധനയും ഉള്ളതായി വിശ്വസിക്കപ്പെടുന്നു. ഈ വരത്തിന്റെ പ്രത്യേകതയാണ് മഹർഷി നിഗ്രഹം അയ്യപ്പ അവതാരമെടുത്ത് അവതരിച്ച ശാസ്താവാണ് നടത്തിയത് എന്ന വിശ്വാസത്തിന്റെ അടിവേര്. ധർമ്മശാസ്താവ് കൈലാസത്തിലാണ് കഴിഞ്ഞിരുന്നതെന്നും കൈലാസം ഭൂമിയിൽ തന്നെയാണെന്നുമുള്ള വാദം ധർമ്മശാസ്താവാണ് മഹിഷി നിഗ്രഹം നടത്തിയതെന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. മഹിഷി നിഗ്രഹ സമയത്ത് ശിവഭൂതങ്ങളുടെ നാഥനായി ധർമ്മശാസ്താവ് ഭൂമിയിലെ വനാന്തരങ്ങളിലായിരുന്നു എന്നും ഒരു വിശ്വാസമുണ്ട്. പിന്നെ അയ്യപ്പന്റെ അവതാര ഉദ്ദേശം എന്തായിരുന്നു? രാജശേഖര മഹർഷിക്ക് താൻ മകനായി പിറന്നുകൊള്ളാം എന്ന് നൽകിയ അനുഗ്രഹത്തിന്റെ പൂർത്തീകരണം മാത്രമായിരുന്നുവോ? അതോ ഈ വിശാല ഭൂമിയിലെ കടുകുമണിയോളം മാത്രം വരുന്ന പന്തള രാജ്യത്തെ കവർച്ചക്കാരെ അമർച്ച ചെയ്യാൻ മാത്രമോ? അതോ ജീർണാവസ്ഥയിലായിരുന്ന ശബരിമല ക്ഷേത്രം പുനരുദ്ധാരണം നടത്താൻ മാത്രമോ? ധർമ്മശാസ്താവും അയ്യപ്പനും ഒരേ ചൈതന്യം തന്നെ എന്ന കാര്യത്തിൽ അഭിപ്രായമില്ല. ധർമ്മശാസ്താവ് തന്നെയാണ് അയ്യപ്പനായി പന്തള രാജ്യത്ത് പുനരവതരിച്ചത് എന്നതിലും ഏവർക്കും ഏകാഭിപ്രായമാണ്. ധർമ്മശാസ്താവും ശ്രീ അയ്യപ്പനും ഒന്നല്ലെങ്കിൽ പിന്നെ അയ്യപ്പനാണ് മഹിഷി നിഗ്രഹം നടത്തിയത് എന്ന വിശ്വാസത്തിലെത്തുന്നതിന് കാലദൈർഘ്യം എന്ന ഒരു പ്രശ്നം മാത്രമേ തടസ്സമായി നിൽക്കുന്നുള്ളൂ. ഭൂമിയിൽ ഒരു ഹ്രസ്വകാലത്തേക്ക് ജനിച്ചു മരിക്കുന്ന മനുഷ്യർക്കാണ് കാലത്തിന്റെ ദൈർഘ്യം അനുഭവപ്പെടുക. സർവകാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പരമശക്തിക്ക് ഏത് കാലം, എന്ത് കാലം? ഇക്കഥകളെല്ലാം നമുക്ക് പറഞ്ഞു തന്നവരിൽ പ്രമുഖർ 2 കാലഘട്ടങ്ങളിലായി വസിച്ചിരുന്ന വാത്മീകിയും വേദവ്യാസനുമാണ്. വാമൊഴിയായി പകർന്നു തന്ന ജ്ഞാനോപദേശങ്ങളിലും കഥകളിലും ചോർച്ചകളും കൂട്ടിച്ചേർക്കലുകളും നടന്നിരിക്കാം. വൈഷ്ണവരും ശൈവരും ബദ്ധശത്രുക്കളെ പോലെ പരസ്പരം കലഹിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. മഹാവിഷ്ണുവിന്റെയും പരമശിവന്റെയും അനുയായികൾ തമ്മിലുള്ള കലഹം മൂത്ത് മനുഷ്യകുലം നശിക്കാനിടയാക്കുന്ന സാഹചര്യം ഇല്ലാതാക്കേണ്ടതുണ്ടായിരുന്നു. മഹാവിഷ്ണുവിന്റെയും ശ്രീ പരമേശ്വരന്റെയും സംയോജനമായ ധർമ്മശാസ്താവിന് മാത്രമേ ഇത് കഴിയുമായിരുന്നുള്ളൂ. മനുഷ്യ മനസ്സുകളിലെ തിന്മയുടെയും അനൈക്യത്തിന്റെയും മൂർത്തിമതി ഭാവമായിരുന്ന മഹർഷിയെ നിഗ്രഹിച്ച് നന്മയുടെ പരസ്പര ഐക്യത്തിന്റെ ദിവ്യ ചൈതന്യം നിറയ്ക്കുക കൂടിയായിരുന്നു ധർമ്മശാസ്താവിന്റെ അവതാര ഉദ്ദേശം. അയ്യപ്പന്റെ അവതാര സമയത്തും അതിനു മുൻപും ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതായി ചിത്രകാരന്മാർ പറയുന്നു. ഈ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണവും പുനർനിർമ്മാണവുമെല്ലാം അയ്യപ്പന്റെ കാലത്തോ അതിനുശേഷമോ ആണ് നടന്നിട്ടുള്ളത്. ശ്രീ ധർമ്മശാസ്താവിന്റെ തന്നെ ചൈതന്യമായ അയ്യപ്പന്റെ അവതാരം തന്നെയാണ് ഇതിനെല്ലാം നിമിത്തമായത്. അവതാരമായ ധർമ്മശാസ്താവിന് ഭക്തനും ദേവാലയങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും ക്ഷേത്ര പുനരുദ്ധാരണവും പൂർണ്ണമായ ചൈതന്യവും കൈവന്നത് അയ്യപ്പന്റെ ജനനത്തോടെയാണ്. കലഹികളായ വിവിധ വിശ്വാസികൾ വരെ ഈ ചൈതന്യ വിശേഷത്താൽ സാഹോദര്യത്തിൽ എത്തിയതും അയ്യപ്പന്റെ കാലത്താണ്. ശാസ്താവിന്റെ അവതാരോദ്ദേശ്യം പൂർണ്ണമായും സർവ്വതിന്മകളുടെയും മൂർത്തിരൂപമായ മഹിഷിയുടെ പൂർണ്ണമായ നിഗ്രഹം നടന്നതും അയ്യപ്പന്റെ കാലത്താണ് എന്നാണ് കരുതുകയാണ് ഇത്തരുണത്തിൽ അഭികാമ്യം. ധർമ്മശാസ്താവിന്റെ അവതാരോദ്ദേശ്യം അയ്യപ്പന്റെ ഭൂമിയിലെ ജനനത്തോടെ പൂർണ്ണമാവുകയും ശാത്യപ്രഭ ലോകമെങ്ങും പരക്കുകയും ചെയ്തു എന്ന ഔചിത്യ ചിന്തയിലേക്ക് നമുക്ക് എത്തിച്ചേരാം. അധർമ്മത്തിന്റെയും അനീതിയുടെയും ലോകത്തിൽ നിലനിൽക്കുന്ന സകല തിന്മകളുടെയും പ്രതീകമായ മഹിഷിയെ നിഗ്രഹിച്ച ഭഗവാനിൽ നമുക്ക് വിശ്വസിക്കാം, കാലത്തെ മറക്കാം. പന്തളം രാജാവായ രാജശേഖരനും അയ്യപ്പനും തമ്മിലുള്ള ബന്ധവും ജീവിതക്രമവും ഒക്കെ അടുത്ത ഭാഗം മുതൽ കൃത്യമായി പറയുന്നതാണ്.